അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്, ഇന്ന് പിറ കണ്ടു കഴിഞ്ഞാൽ നാളെ ഷഅബാൻ ഒന്നാവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഇന്ന് ഷഅബാൻ ഒന്നാമത്തെ രാവാവാനുള്ള ചാൻസുകളുണ്ട്. അതുകൂടാതെ ഇന്ന് വെള്ളിയാഴ്ച രാവും കൂടെയാണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ രാവിന് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു രാവ് തന്നെയാണ്. കൂടാതെ ഇന്ന് റജബ് അവസാനത്തെ ദിവസമാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറയാനുള്ളത്, നമ്മൾ ഈ റജബ് അൽഹംദുലില്ലാ കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാവരും സ്വീകരിച്ചു എന്ന് വിചാരിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ഇസ്ലാമിക് ചലഞ്ചിൽ കുറേ ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിലുള്ള കാര്യങ്ങളൊക്കെ അധികവും ചെയ്തു പോകുന്നത് കൊണ്ട് തന്നെ റജബ് നമുക്ക് നല്ല രീതിയിൽ വരവേൽക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അള്ളാഹു സ്വീകരിക്കട്ടെ, നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളെല്ലാം സ്വീകരിക്കട്ടെ, നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിച്ച് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു. അപ്പോൾ പറയാനുള്ളത്, ഇനി റജബ് കഴിഞ്ഞ് ഷഅബാൻ മാസം എന്ന് പറഞ്ഞാൽ സ്വലാത്തിൻ്റെ മാസമാണ്. അതായത് റജബ് കിട്ടിയാലേ ഷഅബാൻ കിട്ടുള്ളൂ, ഷഅബാൻ കിട്ടിയാലേ റമദാൻ കിട്ടുള്ളൂ. ഈ 3 മാസവും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അടുത്ത മാസങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് ഇബാദത്ത് ചെയ്യാൻ പറ്റും. അല്ലാതെ ഈ റമദാനിൽ മാത്രം നന്നാവാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അത് റമദാനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ള മാസങ്ങളിലോട്ടൊന്നും അവൻ നന്നാവുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയാണ്, ഇപ്പോൾ റജബ് ഇപ്പോൾ നമുക്ക് നല്ല രീതിയിൽ സ്വീകരിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ഷഅബാൻ മാസമെങ്കിലും നമുക്ക് നന്നായിട്ട് സ്വീകരിക്കാൻ പറ്റണം. അതുപോലെ റമദാൻ മാസത്തിൽ അതിനേക്കാളും നന്നായിട്ട് സ്വീകരിക്കാൻ പറ്റണം. അപ്പോൾ ഇന്ന് വീഡിയോ വന്നിട്ടുള്ളത്, നമുക്ക് ഇന്ന് പിറ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, അതുപോലെ എന്തൊക്കെ ദിക്റുകളാണ് ചൊല്ലാനുള്ളത്, അതുപോലെ ഷഅബാൻ മാസത്തിൽ എന്തൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് അധികരിപ്പിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പറയാവുന്നത്, ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. അസറിന് ശേഷം നമ്മളൊരു ഇസ്തിഗ്ഫാർ ചൊല്ലാനുണ്ട്. അത് ഓൾറെഡി ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. അത് 7 പ്രാവശ്യം ചൊല്ലണം. പിന്നെ ബാക്കിയുള്ള ദിക്റുകളൊക്കെ സ്ക്രീനിൽ ഞാനിങ്ങനെ സ്പീഡിൽ ഇട്ട് തരാം. കാരണം അത് നിങ്ങൾക്ക് അതുമാത്രം ചൊല്ലിപ്പോയാൽ മതിയാവും കേട്ടോ. അസറിന് ശേഷം ചൊല്ലേണ്ട ഇസ്തിഗ്ഫാറാണ് അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. ഈ ഇസ്തിഗ്ഫാർ നമ്മൾ എല്ലാ അസറിന് ശേഷവും പതിവാക്കേണ്ടതാണ്. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ തിന്മകളെ കരിക്കപ്പെടുന്നതാണ്. അതുപോലെ എല്ലാ മാസവും പിറ കണ്ടാൽ ചൊല്ലേണ്ട ഒരു ദിക്റാണ് അല്ലാഹു അക്ബർ അല്ലാഹുമ്മ അഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം വ തൗഫീഖ് ലിമ തുഹിബ്ബു വതല്ലാ റബ്ബുക വ റബ്ബുകല്ലാ. ഇത് ഇന്ന് ഷഅബാൻ മാസം പിറ കണ്ടാൽ ചൊല്ലേണ്ടതാണ്. അത് പിറ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ ചൊല്ലേണ്ട ദിക്റാണിത്. അതിൻ്റെ കൂടെ ചൊല്ലേണ്ടതാണ് ആമന്തു ബില്ലാഹില്ലദീ ഖലഖക. ഇതും എല്ലാ മാസങ്ങളും പിറ കണ്ടാൽ ചൊല്ലേണ്ട ഒരു ദിക്റ് കൂടിയാണ് ഇതുള്ളത്. അതിനുശേഷം നമ്മൾ ചൊല്ലേണ്ട ഒരു ദിക്റാണ് അൽഹംദുലില്ലാഹില്ലദീ ദഹബ ബിശഹ്രി റജബ് വജാഅ ബിശഹ്രി ഷഅബാൻ. അത് നമ്മൾ അധികരിപ്പിക്കേണ്ടതാണ്. അതുപോലെ നമ്മുടെ ഈ ഷഅബാൻ മാസത്തിൽ അധികരിപ്പിക്കേണ്ട ഒരു ദുആ ആണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ഷഅബാൻ വബല്ലിഗ്നാ റമളാൻ. ഇത് എല്ലാ ഈ റജബിലും ഷഅബാനിലും ഇങ്ങനെ തന്നെയാണ് ദുആ ചെയ്യേണ്ടത്. അല്ലാതെ ഇപ്പോൾ റജബ് കഴിഞ്ഞു എന്ന് വിചാരിച്ച് റജബിനെ അതിൽ ഒഴിവാക്കരുത്. അല്ലാഹുമ്മ ഈ റജബിലും ഷഅബാനിലും നമുക്ക് ബർക്കത്ത് ചെയ്യണേ എന്നുള്ള രീതിയിൽ നമ്മൾ ദുആ ചെയ്യേണ്ടതാണ്. അതുപോലെ ഇന്ന് പിറ കണ്ടാൽ ചൊല്ലേണ്ട ഇത് ഓതേണ്ടതാണ്. അതായത് 7 ആയത്തുകൾ, ദുഹാൻ സൂറത്തിലെ 7 ആയത്തുകളാണുള്ളത്. അല്ലെങ്കിലും നമ്മൾ ഇന്ന് ഓതേണ്ട ഒരു സൂറത്താണ് ദുഹാൻ സൂറത്ത്. ഇന്ന് വെള്ളിയാഴ്ച രാവാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ദുഹാൻ സൂറത്ത് എന്തായാലും ഓതണം. ഈ ദുഹാൻ സൂറത്തിലെ 7 ആയത്തുകൾ നമ്മൾ 15 പ്രാവശ്യം ഇന്ന് ഓതേണ്ടതാണ്. അതായത് നമ്മളിപ്പോൾ പിറ കണ്ടാൽ ഇങ്ങനെ 15 പ്രാവശ്യം ഈ 7 ആയത്തുകൾ ഇങ്ങനെ ഓതേണ്ടതാണെന്നുള്ളതാണ്. പിന്നെ നമ്മൾ അധികരിപ്പിക്കേണ്ട ഒരു ദിക്റാണ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. യാ ഹയ്യു യാ ഖയ്യൂം എന്ന ഇസ്മിന് നല്ല പ്രത്യേകതകളുണ്ട്. കാരണം യാ ഹയ്യു യാ ഖയ്യൂം നമ്മളൊരു 313 തവണ ചൊല്ലിയിട്ട് എന്താഗ്രഹം അള്ളാഹുവിനോട് ചോദിച്ചാലും അള്ളാഹു അത് ഏതെങ്കിലും രീതിയിൽ സാധിപ്പിച്ചു തരുന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ദിക്റും കൂടി നമ്മൾ ഷഅബാനിൽ പതിവാക്കാൻ നോക്കുക. ഷഅബാനിൽ മാത്രമല്ല എല്ലാ മാസങ്ങളിലും പതിവാക്കേണ്ട ഒരു, ഇത് പ്രത്യേകിച്ച് അസറിൻ്റെ ശേഷം പതിവാക്കേണ്ട ഒരു ദിക്റാണിത്. അപ്പോൾ ഇന്ന് ഷഅബാൻ പിറ കണ്ടാൽ ഈ പറഞ്ഞ ദിക്റുകളെല്ലാം നമ്മൾ ചൊല്ലാൻ നോക്കുക എന്നുള്ളതാണ്. ദുആയിലൊക്കെ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്താം. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരെയും എൻ്റെ പ്രാർത്ഥനകളിൽ ഞാൻ ഉൾപ്പെടുത്താം. അള്ളാഹു നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിച്ച് തരട്ടെ. നമ്മളുടെ വിഷമങ്ങളെല്ലാം മാറ്റി സുഖവും സന്തോഷവും നിറഞ്ഞൊരു ജീവിതം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഭക്ഷണത്തിലും വസ്ത്രത്തിലും വീട്ടിലും ജോലിയിലും എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു.
അതുപോലെ എല്ലാവിധ ആപത്ത് മുസീബുകൾ തൊട്ടും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്ലാമിൽ അടിയുറച്ച് ജീവിക്കാനും മരിക്കുന്നതിന് മുമ്പ് പരിപൂർണമായ ഹജ്ജും ഉംറയും നിർവഹിക്കാനും മരിക്കുന്ന സമയത്ത് പരിപൂർണമായ ഈമാനോട് കൂടി മരിപ്പിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.